ലോകത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രത്തെ പോലും വിറപ്പിക്കുന്ന ഒരേ ഒരു നേതാവ് ഇന്ന് പശ്ചിമേഷ്യയിലുള്ളൂ. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാന ശ്രമങ്ങളുമായി ഇറങ്ങുമ്പോഴും തന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആരെയും വകവയ്ക്കാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. മെരുങ്ങാത്ത ഈ സഖ്യകക്ഷിയെ വരുതിയിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തന്റെ 18ാമത്തെ അടവ് പയറ്റാൻ ഒരുങ്ങുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭീതിയിലാണ് ലോകം ഇപ്പോൾ. നാറ്റോ ഉച്ചകൂടി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഈ വരുന്ന ജൂലൈ 7, 8 തീയതികളിൽ നടക്കുന്ന നിർണായക കൂടിക്കാഴ്ചയിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നെതന്യാഹുവുമായി തനിക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും ഇവിടെ ആരാണ് ബോസ് എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നുമൊക്കെയാണ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്വയം ബോസ് ചമയുമ്പോഴും ഇസ്രായേലിന്റെ കാര്യത്തിൽ അവസാന വാക്ക് നെതന്യാഹുവിൻ്റെത് മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇരുവരും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു ഇറാനെ ആക്രമിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചത്. അതിനുശേഷം നടന്ന സംയുക്ത ആക്രമണങ്ങൾക്ക് ശേഷം പക്ഷേ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായി പോയില്ല. ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായതോടെ നെതന്യാഹുവിനെ ഭ്രാന്തൻ എന്നുവരെ ട്രംപ് വിളിച്ചിരുന്നു. നെതന്യാഹു ശക്തമായി എതിർത്തിട്ടും ഇറാനുമായി ഒരു സമാധാന കരാറിലേക്ക് പോകാൻ ട്രംപ് തയ്യാറായതും ഈ വിള്ളലിന് പ്രധാന കാരണമായിട്ടുണ്ട്. എന്നാൽ നെതന്യാഹുവിന്റെ കണക്കുകൂട്ടലുകൾ എത്രത്തോളം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇറാന്റെ പുതിയ നീക്കങ്ങൾ. നിലവിലെ 60 ദിവസത്തെ സമാധാന കരാർ അവസാനിക്കുന്നതോടെ ഒമാനുമായി ചേർന്ന് ഹോർമൂസ് കടലിടുക്കിൽ ടോൾ പിരിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. ചൈനയിലെ ഇറാൻ അംബാസിഡർ ഈ പിരിവ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് മാത്രം ഇളവ് നൽകിക്കൊണ്ട് ബാക്കിയുള്ളവരിൽ നിന്ന് കടലിടുക്കിന്റെ സുരക്ഷാ ചെലവെന്ന പേരിൽ പണം ഈടാക്കാനാണ് ഇറാന്റെ നീക്കം. ലോകത്തിന്റെ 1/5 ക്രൂഡ് ഓയിലും കടന്നു പോകുന്ന ഹോർമൂസിൽ ഈ ഗുണ്ടാ പിരിവ് തുടങ്ങുന്നത് ആഗോളതലത്തിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. സമാധാനത്തിന്റെ പേര് പറഞ്ഞ് ഹോർമൂസിൽ ടോൾ പിരിക്കാൻ ഇറങ്ങുന്ന ഇറാന്റെ ഈ ഗൂഢ നീക്കം അമേരിക്കയ്ക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇറാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നെതന്യാഹുവിന്റെ വാദം ഇവിടെ പൂർണ്ണമായും ശരിയാകുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മെരുങ്ങാത്ത നെതന്യാഹുവിനെ അനുനയിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് എന്ത് അടവായിരിക്കും പയറ്റുക എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ സമാധാന ശ്രമങ്ങൾ തകർത്ത് പശ്ചിമേഷ്യ വീണ്ടും മറ്റൊരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കകൾ ഈ കൂടിക്കാഴ്ചയോടെ കൂടുതൽ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്.